ഹായ് ഡിയേഴ്സ്. ജാം അഥവാ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് 2021 അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസിന് ഈ IIScയുടെ സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത്. jam.iisc.ac.in ബിക്കോസ് ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ്. സോ IIScയുടെ സൈറ്റിൽ jam.iisc.ac.in എന്ന സൈറ്റിൽ വിസിറ്റ് ചെയ്യാം. അപ്പോൾ അപ്ലിക്കേഷൻ ഡേറ്റ്സ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 10th സെപ്റ്റംബറിനാണ്. യു ക്യാൻ അപ്ലൈ അപ് ടു 15th ഒക്ടോബർ 2020. പിന്നെ ഈ ഇയർ പുതുതായി ഒരു പേപ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് എക്കണോമിക്സും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതർ ദാൻ യുവർ സയൻസ് സബ്ജക്ട്സ്. സോ നമ്മുടെ റിക്വയർമെൻറ്റും ഡീറ്റെയിൽസും ഒക്കെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഈ സൈറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അടിച്ചിട്ട് അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അഡ്മിഷൻ കിട്ടാൻ ഇവർ കോൾ ഫോർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ അറിയാം. IISc ബാംഗ്ലൂർ, IIT ബിലാലി, ജസ്റ്റ് യു ക്യാൻ റെഫർ ദീസ്. ഇനി ഈ IITs മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് IIT ഡീറ്റെയിൽസ് മാത്രമാണ് കാണുന്നത്. പക്ഷേ IITയിലേക്ക് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ റിസൾട്ട് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് NITസിലും അത് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ ഈ ജാം റിസൾട്ട് വെച്ചിട്ടാണ് നമ്മുടെ മാസ്റ്റേഴ്സ് അഡ്മിഷൻ നടക്കുന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ സെയിം റാങ്ക് ലിസ്റ്റിൽ നിന്ന്. സോ യു ക്യാൻ ചെക്ക് ദം ഔട്ട്. MSc മാത്രമല്ല, അവിടെ ഡുവൽ ഡിഗ്രി ഉണ്ട്. അതായത് MSc PhD ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്. സോ ഡീറ്റെയിൽസ് ഒക്കെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. യു ക്യാൻ സീ ഹിയർ NITs, CFTIs ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് നാഷണൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ MSc അഡ്മിഷനായിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട എക്സാമാണ് ജാം ഓർ ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ്. ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc എന്നായിരുന്നു. അത് എക്കണോമിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം മാസ്റ്റേഴ്സിന് ചുരുക്കി വിളിക്കാൻ തുടങ്ങി. നൗ എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. നമുക്ക് എക്സാമിനേഷൻ സിറ്റീസ് ചെക്ക് ചെയ്യാം. അതായത് ഇത് ഓരോ IITയുടെ കീഴിലാക്കിയിട്ട് സോൺ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എക്സാമിനേഷൻ സിറ്റീസ്. അപ്പോൾ യു ക്യാൻ സീ ഹിയർ IISc ബാംഗ്ലൂർ സോൺ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആണ്, അതായത് ഈ ഒരു സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ കാണിക്കുന്ന എല്ലാ സെൻറ്ററും അവൈലബിൾ ആണ് അറ്റ് പ്രസൻറ്റ്. എക്സാം ഓൺലൈൻ ആയിരിക്കും, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. യു ഹാവ് ടു ചൂസ് ദീസ് സെൻറ്റേഴ്സ് ഫ്രം ഹിയർ. IIT മദ്രാസ് സോൺ. അങ്ങനെ നമ്മൾ കേരള പീപ്പിൾ വിൽ യൂഷ്വലി സെലക്ട് IISc ബാംഗ്ലൂർ സോൺ ആൻഡ് മദ്രാസ് സോൺ. അവിടെയാണ് ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം ഒക്കെ, കോട്ടയം ആ ഡീറ്റെയിൽസ് മദ്രാസ് സോണിലാണ് വരുന്നത്. പിന്നെ കാലിക്കറ്റ്, കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാടൊക്കെ വരുന്നത് ബാംഗ്ലൂർ സോണിലാണ്. സോ ഇതൊക്കെയാണ് സോൺ ഡീറ്റെയിൽസ് അഥവാ എക്സാമിനേഷൻ സിറ്റീസ്, പ്രിഫേർഡ് എക്സാമിനേഷൻ സിറ്റീസ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിനനുസരിച്ച് അപ്ലിക്കൻസിൻ്റെ നമ്പറിനനുസരിച്ച് ഈ ഒരു ഡീറ്റെയിൽസിൽ ചേഞ്ചസ് വരുത്താൻ ചാൻസ് ഉണ്ട്. എക്സാമിനേഷൻ സിറ്റീസ് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ഇതിലേതെങ്കിലും സിറ്റീസ് സെലക്ട് ചെയ്താൽ മതി. Now let's check out the general information about the examination. ജാം എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. യു ക്യാൻ അപ്ലൈ ഇറ്റ് അറ്റ് എനി ഏജ്. ദെൻ എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് ഓൺ February 14th, 2021 സൺഡേ. ഓക്കെ, February 14th ആണ് എക്സാമിനേഷൻ ഡേറ്റ്. എക്സാമിനേഷൻ ഡേറ്റ് വരെ ഇവർ ആദ്യമേ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ദെൻ ഓക്കെ, ലെറ്റ് മീ ഫസ്റ്റ് ഓഫ് ഓൾ ടെൽ യു, ഈ IITസിൽ നമ്മൾ PG ചെയ്യുകയാണെങ്കിൽ, IIT, NIT പോലുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ PG ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസിൽ PG ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് നമ്മൾ എക്സ്പോഷർ കിട്ടും. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അവിടെ ഇതൊക്കെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ PhDക്ക് കിട്ടാനുള്ള സ്കോപ്പ് കൂടുതലാണ്. അത് മാത്രമല്ല, അവിടുത്തെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കാണുമ്പോൾ വി വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ്. നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ അവിടുന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. കൂടെ തന്നെ നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷൻസായ നെറ്റ് പോലുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻസ് കൂടെ തന്നെ നെറ്റ് JRF ഒക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസും വളരെ അധികമാണ്.
പിന്നെ ഫെസിലിറ്റീസ് പിന്നെ എക്സ്ട്രാ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. യൂണിവേഴ്സിറ്റീസിനെക്കാളും എത്രയോ ടൈംസ് ഹയർ ഫെസിലിറ്റീസ് യു വിൽ ഗെറ്റ് ഫ്രം IITs, NITs ആൻഡ് അതർ നാഷണൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. സോ വളരെ നല്ലൊരു ചാൻസ്, ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇങ്ങനെ നാഷണൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾ PG ചെയ്യുക എന്നുള്ളത്. PG PhD ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രീസും ഉണ്ട്. അതാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. Then you can see here there are other details. Test schedule is given. 2 സെഷൻ ആയിട്ട്, മോർണിംഗ് സെഷൻ ആഫ്റ്റർനൂൺ സെഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സബ്ജക്ട്സിനും അതിൻ്റേതായ ടൈം കൊടുത്തിട്ടുണ്ട്. ബയോടെക്നോളജി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, ഇറ്റ്സ് ഇൻ ദ മോർണിംഗ് സെഷൻ. കെമിസ്ട്രി, എക്കണോമിക്സ്, ജിയോളജി ആൻഡ് മാത്തമാറ്റിക്സ് ഇൻ ദ ആഫ്റ്റർനൂൺ സെക്ഷൻ. ഓക്കെ, യു ക്യാൻ ഐദർ അപ്ലൈ ഫോർ 1 or 2 ടെസ്റ്റ് പേപ്പേഴ്സ്. അതായത് 2 സബ്ജക്ട്സിലും നിങ്ങൾക്ക് 2 സബ്ജക്ട്സ് അറ്റ് മാക്സിമം 2 സബ്ജക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡീഷണൽ ഫീ ഉണ്ട് ഓരോ സബ്ജക്ട്സ് കൂടുന്നതിനനുസരിച്ച്. ഓക്കെ, ആൻഡ് ദ എക്സാമിനേഷൻ വിൽ ബി കമ്പ്യൂട്ടർ ബേസ്ഡ്. Then pattern of the test paper is given. You can just check out this pattern എങ്ങനെയാണെന്നുള്ളത്. Multiple choice. This is like multiple answer like questions. Then numerical based question. In section B, more than 1 answers will be correct. അങ്ങനെയുള്ള ഓപ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് the section B covering. So this is the outline of the examination pattern. Then you have mock test links here. Then other details will be updated shortly. Then how to apply. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാറ്റഗറി, സർട്ടിഫിക്കറ്റ്, സിഗ്നേച്ചർ, ഫോട്ടോഗ്രാഫ് ഒക്കെ ആവശ്യമായിട്ട് വരും. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പോകേണ്ടത് ഇവിടെയാണ്, കാൻഡിഡേറ്റ് പോർട്ടൽ JOAPS എന്നുള്ള പോർട്ടലിലേക്കാണ്. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നതാണ്. Then admission procedures and other things we will see in the later sessions. Syllabus is given for each subject. You have the syllabus here. Application fee. Let's check the application fee. So this is the application fee for female candidates. For one test paper it's 750 rupees and others it's 1500 rupees. For single test paper, for double test paper separate application fee കാണിച്ചിട്ടുണ്ട്. Then these are the processing fee charges. This is later on if you want to change the test paper additional fee വാങ്ങുന്ന ഡീറ്റെയിൽസ് ഒക്കെയാണ്. അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഫസ്റ്റുള്ള അപ്ലിക്കേഷൻ ഫീ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഫോട്ടോഗ്രാഫ് റിക്വയർമെൻറ്റ്സ്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ തന്നെ അതിൽ നിങ്ങളുടെ ഫോട്ടോ പ്രിൻറ്റഡ് ആയിരിക്കും. സോ ഫോട്ടോഗ്രാഫ് ഷുഡ് ബി വെരി ക്ലിയർ. ഇറ്റ് ഷുഡ് ബി എ കളർ ഫോട്ടോ വിത്ത് സൈസ് 3.5/4.5 ആൻഡ് പിക്സൽ സൈസ് JPEG ഇമേജ് ആയിരിക്കണം. 480/640 മാക്സിമം സൈസ് ആൻഡ് it should be in between 50 KB and 200 KB. Background should be white or any light color. അതൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചതാണ്. These are all accepted pictures and these are rejected pictures. Why they are rejected എന്നത് പറഞ്ഞിട്ടുണ്ട്. ക്യാമറയിലേക്ക് നോക്കുന്നില്ല, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇറ്റ്സ് സംതിങ് എൽസ്. സ്പെക്ടക്കിൾസ് ഉള്ള ഫോട്ടോസ് അലൗഡ് അല്ല. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റിജക്റ്റഡ് ഫോട്ടോഗ്രാഫ്സ്. ദെൻ അബൌട്ട് സൈൻ. About sign, it should be in a box of 2 cm by 7 cm white paper. Sign with a black or dark blue ink pen. Then capital letters are not allowed.
JPEG ഇമേജസ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. ആൻഡ് ദീസ് ആർ ദി എക്സാമ്പിൾസ്. സൈസ് റേഞ്ച് ഒക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ, ദീസ് ആർ ദ കറക്റ്റ് എക്സാമ്പിൾ ഓർ ആക്സെപ്റ്റഡ് സിഗ്നേച്ചർ ആൻഡ് unaccepted signatures. This is not clear. Then this is outside the rectangle. This is in capital letter. So details നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് വരുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. Then about the category certificates that you have to upload. SC/ST candidates, in order to avail your concession, you have to upload a valid category certificate. And അത് അതോറിറ്റി ഒഫീഷ്യൽസിൽ നിന്ന് വാങ്ങേണ്ട കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കൺസെഷൻ കിട്ടാനായിട്ട് they have to obtain other competent authority certificates from the competent authority. അഡ്മിഷൻ സമയത്ത് സെയിം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടും വരും. ആൻഡ് ടു OBC NCL EWS കാൻഡിഡേറ്റ്സ്, they are not required to submit or upload any category certificate along the application. പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പം ലേറ്റർ ഓൺ യു വിൽ ഹാവ് ടു സബ്മിറ്റ് ദം. അപ്ലൈ ചെയ്യുമ്പം ഈ OBC EWS സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. And the last date for your application is already told, it's October 15th. Okay, now let's check out the candidate portal or application portal. So this is the application portal. അപ്ലൈ ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് ഹൗ ടു അപ്ലൈ ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഡിനറി ആയിട്ട് ഡിഗ്രി PG അപ്ലൈ ചെയ്യുന്ന ഒരു ഓർഡർ തന്നെയാണ്. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലായിട്ടും മെസ്സേജായിട്ടും ആപ്ലിക്കേഷൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ വരും. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ടും സെൻറ്റർ സെലക്ട് ചെയ്യാനായിട്ടും ഒക്കെ വരും. സോ ഡു അക്കോർഡിംഗ്ലി. സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. സോ ഡു ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. യൂണിവേഴ്സിറ്റി MSc മാത്രം നോക്കി ഇരിക്കാതെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള MSc സീറ്റ്സ് ഗ്രാബ് ചെയ്യാൻ നോക്കുക. സോ ബെസ്റ്റ് വിഷസ്. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.